പണ്ടൊരിക്കൽ ഓവിയച്ചൻ പറഞ്ഞു കേരളത്തെ പറ്റി, ഈ ഭൂമിയെ, ഇന്ത്യയെ ഒരു പന്തായി സങ്കല്പിച്ചാൽ ആ പന്തിന് മീതെയുള്ള ഒരു പൊട്ടായിരിക്കും ഇപ്പോൾ കേരളം. അത്രയും ചെറുതാണ് നാം ഭൂമിശ്രതയിൽ. ഇദ്ദേഹം പറഞ്ഞു, ആ പൊട്ടിൻ്റെ മേലുള്ള ഒരു സൂചിമുന കുത്തിട്ടാൽ അത്രത്തോളം ചെറുതായിരിക്കും കേരളം ചിലപ്പോൾ. നമ്മുടെ ജോഗ്രഫിക്കൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല ഈ കേരളം. ശരിയാണ്, അളവ് കുറവാണ് ഭൂമിയുടെ, ശരിയാണ്, ജനസംഖ്യ ചെറുതാണ്. പക്ഷേ ചെറുതായ ജനസംഖ്യയുള്ള, ഭൂമിയുടെ അളവ് കുറവായിട്ടുള്ള ഈ കേരളം ചെറുതല്ല. ഈ കേരളം ഇന്ത്യക്ക് എന്നും വഴി കാണിച്ചിട്ടുണ്ട്. ഇന്നല്ല, എന്നും വഴി കാട്ടിയിട്ടുണ്ട്. ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചതല്ല. രാഷ്ട്രീയമായി ഉണർവിൻ്റെ യാത്ര നാം ആരംഭിച്ചത് 52-ലാണ്. ഒന്നാമത്തെ സർക്കാർ വന്നിവിടെ അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് പറഞ്ഞ് മൗലികമായ മാറ്റങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആ മാറ്റങ്ങൾ നിർത്തിയപ്പോൾ നാം പ്രഖ്യാപിച്ചത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വാഴ്ച സ്ഥാപിക്കുമെന്നല്ല. നാം അന്നിവിടെ പറഞ്ഞത് നാം സോഷ്യലിസം ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്നല്ല. അന്ന് ആ രാത്രി സന്ധ്യയ്ക്ക് TV ഇല്ല. ആകാശവാണിയിലൂടെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നടത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു, നാം വന്നിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതാണ് ഇടതുപക്ഷ ബോധ്യം, അതാണ് ബോധ്യം. സോഷ്യലിസവും കമ്മ്യൂണിസവും ലക്ഷ്യമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത് ദേശീയ പ്രസ്ഥാനം പറഞ്ഞ, അന്ന് കോൺഗ്രസ് പറഞ്ഞ ആശയങ്ങളായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ കൃഷിഭൂമി വേണം, ഭക്ഷണം വേണം ജനങ്ങൾക്ക്, തൊഴിൽ വേണം ചെറുപ്പക്കാർക്ക്. ഇതെല്ലാമാണ് നെഹ്റുവും ഗാന്ധിജിയും പറഞ്ഞത്. ആ പാഠങ്ങൾ കോൺഗ്രസ് മറന്നുപോയി. അന്നും മറന്നു, ഇന്നും മറക്കുന്നു. കോൺഗ്രസ് മറന്ന, വഴികൾ തള്ളിയ ആ പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിക്കുക എന്നായിരുന്നു സഖാവ് EMS അന്ന് പറഞ്ഞത്. ആ ഗവൺമെന്റ് ചെയ്ത കാര്യം എന്നെ പറയുന്നില്ല. ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്.